ഇന്ത്യയുടെ ഓരോ ഭാഗങ്ങളായി പിടിച്ചടക്കി ബ്രിട്ടീഷ് സാമ്രാജ്യം മുന്നോട്ടു കുതിച്ചു. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നാണ് അവർ അവരെ തന്നെ വിശേഷിപ്പിച്ചിരുന്നത്. പക്ഷേ ദക്ഷിണേന്ത്യയിലെ ഒരു ചെറിയ രാജ്യത്തിന് മുന്നിൽ അവരുടെ മുട്ടുവിറച്ചു. മൈസൂർ. അവിടെയുണ്ടായിരുന്നത് ബ്രിട്ടീഷ് പടയുടെ ഉറക്കം കെടുത്തിയ ഷേർ എ മൈസൂർ എന്ന് അറിയപ്പെടുന്ന ടിപ്പു സുൽത്താൻ. ഇന്ത്യയിൽ നിന്നും ബ്രിട്ടീഷുകാരെ തുരത്താൻ ഏറ്റവും അടുത്തെത്തിയ ഭരണാധികാരി. അദ്ദേഹം അതെങ്ങനെ സാധിച്ചു എന്ന് നമ്മൾക്ക് നോക്കിയാലോ. ആ കാലഘട്ടത്തിൽ യുദ്ധത്തിൽ റോക്കറ്റുകൾ ഉപയോഗിച്ചു വന്നിരുന്നു. ചൈന, യൂറോപ്പ് എന്നീ രാജ്യങ്ങൾ മുള കൊണ്ടുള്ള റോക്കറ്റുകൾ ഉപയോഗിച്ചിരുന്നു. പക്ഷേ അതിന് ദൂരവും കുറവായിരുന്നു, ശക്തിയും കുറവായിരുന്നു. അവിടെയാണ് ടിപ്പു സുൽത്താൻ ചരിത്രം കുറിച്ചത്. ടിപ്പുവും പിതാവ് ഹൈദരാലിയും ചേർന്ന് ലോകത്താദ്യമായി അയേൺ കേസ്ഡ് റോക്കറ്റ്സ് വികസിപ്പിച്ചെടുത്തു. മുളയ്ക്ക് പകരം കരുത്തുള്ള ഇരുമ്പ്. അതിലേക്ക് വെടിമരുന്ന് നിറച്ചപ്പോൾ അതൊരു സമ്മർദ്ദമുണ്ടാക്കി. ആ പ്രഷറിൽ തീ തുപ്പുന്ന പന്തങ്ങൾ 2 കിലോമീറ്റർ വരെ ദൂരേക്ക് പാഞ്ഞു. ആ കാലത്ത് അതൊരു വലിയ അത്ഭുതമായിരുന്നു. പൊളിലൂർ യുദ്ധം ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ ഏറ്റവും വലിയ നാണക്കേടുകളിൽ ഒന്ന്. കേണൽ ബെയ്ലിയുടെ നേതൃത്വത്തിൽ മൈസൂരിനെ ആക്രമിക്കാൻ വന്ന സൈന്യത്തിനെതിരെ ടിപ്പു സുൽത്താൻ്റെ സൈന്യം റോക്കറ്റുകൾ തൊടുത്തുവിട്ടു. ആകാശത്തിലൂടെ തീമഴ പെയ്യുന്നത് കണ്ട് ബ്രിട്ടീഷുകാർ അന്ധാളിച്ചു. ഇതെന്താണിത്? അത് വന്ന് പതിച്ചതോ അവരുടെ വെടിമരുന്ന് വണ്ടിയിൽ. എല്ലാം വലിയ ശബ്ദത്തോടുകൂടെ പൊട്ടിത്തെറിച്ചു. ബ്രിട്ടീഷുകാർ ചിന്നിച്ചിതറിയോടി. അവരെ നമ്മുടെ സൈന്യം വളഞ്ഞ് ആക്രമിച്ചു. ബ്രിട്ടീഷ് സാമ്രാജ്യവുമായുള്ള പോരാട്ടം വെറും യുദ്ധത്തിൽ മാത്രമല്ല അദ്ദേഹം ഒതുക്കിയത്. മൈസൂരുവിനെ ബ്രിട്ടീഷുകാരെ ആശ്രയിക്കാത്ത ഒരു വലിയ സാമ്പത്തിക ശക്തിയാക്കി മാറ്റാൻ അദ്ദേഹം പരിശ്രമിച്ചു. കണ്ണൂരിലും തലശ്ശേരിയിലും വ്യാപാര ബന്ധങ്ങൾ ഉണ്ടാക്കി. ഫ്രാൻസുമായും തുർക്കിയുമായും സഖ്യം ചേർന്നു. നാവികസേന ഉണ്ടാക്കുകയും സ്വന്തമായി നാണയം അടിക്കുകയും മൈസൂരിലേക്ക് പട്ടുവ്യവസായം കൊണ്ടുവന്നും അദ്ദേഹം മൈസൂരുവിനെ വളർത്തി. ഈ നീക്കങ്ങൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കച്ചവടത്തെ വളരെയധികം ബാധിച്ചു. അങ്ങനെ ടിപ്പു സുൽത്താനെ എങ്ങനെയും വകവരുത്തണമെന്നുള്ളത് അവരുടെ ആവശ്യമായി മാറി. നേരിട്ടുള്ള യുദ്ധത്തിൽ ടിപ്പുവിനെ തോൽപ്പിക്കാനാവില്ല എന്ന് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി. അതുകൊണ്ട് അവർ ചതിയുടെ വഴി തിരഞ്ഞെടുത്തു. ടിപ്പുവിൻ്റെ മന്ത്രിമാരെയും സേനാധിപതികളെയും അവർ പണം കൊടുത്തു വാങ്ങി. 1799 മെയ് 4 ശ്രീരംഗപട്ടണം വളഞ്ഞ ബ്രിട്ടീഷുകാർക്ക് കോട്ടയുടെ വാതിൽ അകത്തുനിന്നും തുറന്നു കൊടുക്കപ്പെട്ടു. ബ്രിട്ടീഷുകാർ അദ്ദേഹത്തോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആടുമാടുകളെപ്പോലെ 200 വർഷമല്ല, ഒരു ദിവസം കടുവയെപ്പോലെ ജീവിക്കാനാണ് താല്പര്യപ്പെടുന്നത്. ടിപ്പു സുൽത്താൻ മരണപ്പെട്ടു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ടെക്നോളജി മരിച്ചില്ല. മൈസൂരിൽ നിന്നും പിടിച്ചെടുത്ത 700ഓളം റോക്കറ്റുകൾ അവർ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയി. ഇത് പഠിച്ചെടുത്താണ് അവർ ഇന്നത്തെ സ്പേസ് റോക്കറ്റുകൾ ഉണ്ടാക്കുന്നത്. നാസയുടെ സ്പേസ് റോക്കറ്റുകളുടെ മുൻഗാമി ടിപ്പു സുൽത്താനാണെന്ന് നമ്മൾക്ക് പറയാം. ദ ഫാദർ ഓഫ് റോക്കറ്റ്രി.